ഗവേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പുതിയ അറിവുകൾ രോഗിയുടെ ചികിത്സയിലെ മെഡിക്കൽ പ്രാക്ടീസിൽ തന്നെയും സമൂലം പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടയിൽ ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് പെപ്റ്റിക് അൾസറിൻ്റെ ചികിത്സയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. തുടർച്ചയായി ഉണ്ടാകുന്ന വയറ്റുവേദനയും നെഞ്ചിരിച്ചിലും ദഹനക്കുറവുമാണ് പെപ്റ്റിക് അൾസറിൻ്റെ ചില ലക്ഷണങ്ങൾ. പെപ്റ്റിക് അൾസർ എന്നത് ആമാശയത്തിലോ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ ഡിയോഡിനത്തിലോ ഉണ്ടാകുന്ന വ്രണങ്ങളാണ്. എരിവുള്ള ഭക്ഷണത്തെയും പുകവലിയെയും മദ്യപാനത്തെയും ജീവിതത്തിലെ സ്ട്രെസ്സിനെയും എല്ലാം ഇതിൻ്റെ കാരണങ്ങളായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ശരിക്കുള്ള കാരണം അറിയാൻ പാടില്ലാത്തപ്പോൾ നാം പല കാരണങ്ങൾ പറയാറില്ലേ? ഇതിനുള്ള ചികിത്സയും കാലാകാലങ്ങളിൽ പലതായിരുന്നിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ വരെ വയറ്റിൻ്റെ മുകളിൽ അട്ടയെ വച്ച് രക്തം കടിപ്പിച്ച് കുടിപ്പിക്കുന്നത് മുതൽ ബ്ലാൻഡ് ഡയറ്റും പാല് മാത്രമുള്ള ഭക്ഷണവും പാലില്ലാത്ത ഭക്ഷണവും രോഗിയെ പട്ടിണിക്കിടുന്നതും എല്ലാം കാലാകാലങ്ങളിൽ ചികിത്സയായി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പെപ്റ്റിക് അൾസർ രോഗിയുടെ വയറ്റിൽ ആസിഡ് കൂടിയിരിക്കുന്നുവെന്ന് കണ്ടുപിടിച്ചു. പിന്നീട് അങ്ങോട്ട് ആൻറ്റാസിഡുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. മേലാക്സ്, മൈലാൻഡ, ബൈകാർബണേറ്റ് എല്ലാം ഉപയോഗിച്ചു. പ്രയോജനം വളരെ പരിമിതമായിരുന്നു. 1960-ൻ്റെ അവസാനവും 1970-ൻ്റെ ആരംഭത്തിലും പെപ്റ്റിക് അൾസറിൻ്റെ ചികിത്സയിൽ ശസ്ത്രക്രിയകൾക്ക് ഒരു മുന്നേറ്റമുണ്ടായി. ആമാശയത്തിൽ ആസിഡിൻ്റെ നിർമ്മാണം ഉദ്ദീപിപ്പിച്ചേക്കാമെന്ന് കരുതപ്പെട്ട വാഗസ് നെർവ് മുറിച്ചു കളയുന്ന വാഗോട്ടമി മുതൽ സ്റ്റൊമക്കിൽ ആസിഡ് കുറയ്ക്കാൻ സഹായിച്ചേക്കാമെന്ന് കരുതിയ പൈലോറോപ്ലാസ്റ്റി, ഗാസ്ട്രിക് റിസക്ഷന്, ഗാസ്ട്രോജിജിനോസ്റ്റമി തുടങ്ങിയ സങ്കീർണങ്ങളായ പല ശസ്ത്രക്രിയകളും ഉണ്ടായി. അക്കാലങ്ങളിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ റെഫർ ചെയ്ത് എത്തപ്പെടുന്ന രോഗികളിൽ ഒരു നല്ല പങ്ക് ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്നവരായിരുന്നു. അന്നത്തെ പ്രഗത്ഭ സർജൻസ് ആയിരുന്ന ഡോക്ടർ ആർ കേശവൻ നായരും ഡോക്ടർ മാത്യു വർഗീസും ഒക്കെ വളരെ വേഗത്തിലും വളരെ വൈദഗ്ധ്യത്തോടും കൂടി ഇത്തരം അനേക ശസ്ത്രക്രിയകൾ ഒരേ ദിവസം ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. അത്രയും വൈദഗ്ധ്യമില്ലാത്തവരും ഈ ശസ്ത്രക്രിയകൾ ചെയ്തിരുന്നു. അപ്പോൾ അവരുണ്ടാക്കുന്ന പല അപകടങ്ങളും എൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. എന്നാൽ വൈദഗ്ധ്യമുള്ളവർ ചെയ്താലും വൈദഗ്ധ്യമില്ലാത്തവർ ചെയ്താലും ഒരു കാര്യം നിശ്ചയമായിരുന്നു: കുറച്ച് കഴിയുമ്പോൾ അൾസർ തിരികെ വരും. 1970 ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഇതേ അനുഭവം ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ 1970-ൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും ആമാശയത്തിലെ ആസിഡ് കുറയ്ക്കുന്ന ഹിസ്റ്റമിൻ 2, അതായത് H2 ബ്ലോക്കേഴ്സ് ഗ്രൂപ്പിൽപ്പെട്ട ടാഗാമെറ്റ്, സാൻടാക്, ആക്സിഡ്, പെപ്സിഡ് തുടങ്ങിയ മരുന്നുകളെല്ലാം പുറത്തു വന്നു. താമസിയാതെ കുറച്ചുകൂടി ശക്തമായിട്ട് ആസിഡ് കുറയ്ക്കുവാൻ സഹായിക്കുന്ന പ്രോട്ടീൻ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ട പ്രൈലോസെക്, പ്രവാസിഡ് തുടങ്ങിയ മരുന്നുകളും മാർക്കറ്റിലെത്തി. പെപ്റ്റിക് അൾസർ വേഗത്തിൽ കരിയുന്നതിനും സർജറി ഒരു പരിധി വരെ കുറയ്ക്കുന്നതിനും ഈ മരുന്നുകൾ സഹായിച്ചു. എന്നാൽ മരുന്ന് നിർത്തിയാൽ രോഗവും പലപ്പോഴും തിരികെ വരുമായിരുന്നു. 1982 ഓസ്ട്രേലിയക്കാരായിട്ടുള്ള 2 ഭിഷഗ്വരന്മാർ റോബിൻ വാറനും ബാരി മാർഷലും യാദൃച്ഛികമായിട്ടാണെങ്കിലും സുപ്രധാനമായ ഒരു നിരീക്ഷണം നടത്തി. അവർ പരിശോധിച്ച പെപ്റ്റിക് അൾസറിൻ്റെ ബയോപ്സികളിലെല്ലാം തന്നെ ഹെലിക്കോബാക്ടർ പൈലോറെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടെന്നും മറ്റനേക രോഗങ്ങളെപ്പോലെ പെപ്റ്റിക് അൾസറും ഒരുപക്ഷെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടായേക്കാവുന്നതാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. എങ്കിലും വൈദ്യസമൂഹം പൊതുവെ ഇത് അംഗീകരിക്കുവാൻ വളരെ സമയം വീണ്ടും എടുത്തു. 1996 അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പെപ്റ്റിക് അൾസർ മോർട്രിൻ, ആസ്പിറിൻ തുടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതല്ലെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് കരുതണമെന്നും അതിൻ്റെ പ്രാഥമിക ചികിത്സ ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കണമെന്നും ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത്. ഇന്ന് പെപ്റ്റിക് അൾസർ രോഗിക്ക്
ഹെലിക്കോബാക്ടർ പൈലിയറോ എന്ന ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് രക്തം പരിശോധിച്ചും ഉച്ഛ്വാസവായു പരിശോധിച്ചും വളരെ വേഗം കണ്ടുപിടിച്ച് നിജപ്പെടുത്താം. പെപ്റ്റിക് അൾസർ എല്ലാം തന്നെ 2 ആൻറ്റിബയോട്ടിക്സ് ചേർന്ന മരുന്നുകളുടെ ഒരു കോമ്പിനേഷൻ കൊണ്ട് 2 ആഴ്ച ചികിത്സിച്ചാൽ പരിപൂർണമായി സുഖപ്പെടുത്തുകയും ചെയ്യാം. വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ സർജൻ്റെ കത്തി പെപ്റ്റിക് അൾസറിനെതിരായിട്ട് ഇന്ന് എടുക്കേണ്ടി വരുന്നുള്ളൂ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് ന്യൂമോണിയ ഉണ്ടായാൽ ആരുടെയെങ്കിലും ലങ്സ് മുറിച്ച് കളയണമെന്ന് പറയുമോ? അതുപോലെ പെപ്റ്റിക് അൾസറിൻ്റെ കാര്യത്തിലും കുടൽ മുറിച്ച് കളയേണ്ട ആവശ്യമില്ല. എത്ര നല്ല മാറ്റം! നിങ്ങൾക്ക് നന്ദി. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയത്ത് വീണ്ടും കാണാം.